ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ZX വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ വളരെ ഈസിയാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി മൈദപ്പൊടി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്തെടുക്കാവുന്നതാണ്. 1 കപ്പാണ് കേട്ടോ ചേർത്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതേ കപ്പിൽ 1/4 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒന്ന് മൊരിച്ചിൽ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ കട്ടയൊന്നുമില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ ബാറ്ററും നമ്മൾ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. ഒരു കോഴിമുട്ടയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാത്തത് അത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് നേരത്തെ തന്നെ നമ്മളിത് അതിലേക്ക് ആഡ് ചെയ്യാഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു തിക്നെസ് കറക്റ്റാണ്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇനി 1-2 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ്, ഓയിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മറിച്ചിട്ടെടുക്കാം. ഇനി തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് തിരക്ക് പിടിച്ച സമയത്തൊക്കെ പെട്ടെന്ന് ഇതുപോലെയൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഇനി ഓയിൽ ഒഴിക്കാതെയും നമുക്ക് ഉണ്ടാക്കാം. ഓയിലും വെളിച്ചെണ്ണ ഒന്നും ഇല്ലാതെയും തന്നെ നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ചെറിയൊരു സോഫ്റ്റ്നെസ് കുറയുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി ഇത് ചൂടോടെ കൂടി കഴിക്കുകയാണെങ്കിൽ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ നമ്മൾ ഒഴിക്കുന്ന കറി തന്നെ മതി. ഇതിനും ഏത് കറിയും ഇതിന് മേച്ചാവുന്നതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ അപ്പവും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.